ഈ കടുവ ഇവിടുന്ന് പിടിക്കുക, എന്നിട്ട് ഇവിടുന്ന് തന്നെ കൊന്നുകളയണം. മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അനുവദിക്കൂല. കടുവയെ പിടിച്ചു കൂട്ടിലാക്കിയാൽ പോരാ എന്നാണ്. പോരാ, കൊന്നുകളയണം, കൊല്ലണം. ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്കണ്ട. ഞങ്ങളെ മുന്നിൽ വെച്ച് കൊന്നിരിക്കണം. കാരണം ഞങ്ങൾക്ക് അന്നപതി ജീവന് അപായമാണ്. ആനയും കടുവയും പുലിയൊക്കെ. ഞങ്ങൾക്ക് രാത്രി പുറത്തിറങ്ങണ്ടേ. ഞങ്ങൾക്ക് എല്ലാ ജീവനുണ്ട്. ഞങ്ങളെ ജീവനെ പേടിയുണ്ട്. അതുകൊണ്ട് കടുവ പിടിക്കുക. പിന്നെ ഇപ്പൊ മറവ് ചെയ്ത് കഴിഞ്ഞപ്പോ, ബോഡി മറവ് ചെയ്ത് കഴിഞ്ഞപ്പോ പറഞ്ഞല്ല കടുവയെ കൊല്ലാൻ പറ്റില്ലെന്ന്. നടക്കൂലത്. ഇല്ലെങ്കിൽ ഞങ്ങൾ മറവ് ചെയ്ത ബോഡി ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുത്തിക്കും. വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്, കടുവയെ പിടികൂടും, കൂട്ടിലാക്കുമെന്നാണ്. കൂട്ടിലാക്കിയാൽ പോരാ, കൊല്ലുന്നത് ഞങ്ങളെ മുന്നിൽ വെച്ചായിരിക്കണം. ഞങ്ങളുടെ മുന്നിൽ വെച്ച് കൊന്നേ പറ്റൂ. അല്ലാതെ കടുവ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കൊന്നോളാം, ഇവിടെ കൊണ്ടുപോയി കൊന്നോളാം എന്ന് ഞങ്ങൾക്ക് പറയാൻ പാടില്ല. ഞങ്ങളെ മുന്നിൽ തന്നെ വെച്ച് കൊല്ലണം. ഞങ്ങളെ പോലത്തെ ചെറിയ മക്കളുടെ ജീവൻ വലുതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനാണ് വലുത്. അല്ല ഇവർക്ക് പിന്നെ കാട്ടുമൃഗത്തിന്റെ ജീവന്റെ വിലയുള്ളൂ. ഞങ്ങൾക്ക് അതല്ല. ഞങ്ങളുടെ ജീവന് വിലയുണ്ട്. ഞങ്ങളെ കൂടപ്പറപ്പാണ് ഇപ്പൊ പോയിരിക്കുന്നത്. ഞങ്ങൾ എവിടെ വെക്കും ഈ സങ്കടം? ഇവർക്ക് അതൊന്നും അറിയണ്ടല്ലോ. മന്ത്രി കൊല്ലുമെന്നാ പറഞ്ഞു, ഇന്നലെ കൊല്ലൂന്ന് പറഞ്ഞു, ഇന്ന് കൊല്ലൂലെന്ന് പറയുന്നേ. അത് ശരിയാവില്ല. മോദി, അത് തന്നെയാണ് ജനരോഷം അത്രമേൽ വലിയ ജനരോഷമായി മാറുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം അവർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, കടുവയെ പിടികൂടിയാൽ പോരാ, കൂട്ടിലാക്കിയാൽ പോരാ, ഞങ്ങളുടെ മുന്നിൽ വെച്ച് കടുവയെ വെടിവെച്ച് കൊല്ലണം. എന്നാൽ മാത്രമേ ഈ ജനരോഷം കെട്ടടങ്ങുകയുള്ളൂ. മരിച്ച രാധ എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാം ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടവരാണ്. ഞങ്ങളുടെ എല്ലാം കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിലാണ് അവർ സംസാരിക്കുന്നത്. നേരത്തെയൊക്കെ നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഇവിടുത്തെ നാട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരെല്ലാം ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഞങ്ങൾ വസിക്കുന്ന വീടിന്റെ പരിസരത്തോടു കൂടിയൊക്കെ